പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പൊതുജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതായി റിപ്പോർട്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടതായി പരാതികൾ ഉയരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ടവകാശമില്ലാതെ എന്ന രീതിയിൽ അതിൽ പരാതിയുമായി ഇപ്പോൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് 5 സ്ത്രീകൾ എത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വടക്കൻ മൽദ ജില്ലയിലെ മാദിൽപൂരിലെ അവിടെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിരുന്ന ഇവരാകട്ടെ ഇത്തവണ പട്ടികയിൽ പേരില്ല എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോട് പരാതി ഉന്നയിച്ചെങ്കിലും വ്യക്തമായ മറുപടി അവിടെ ലഭിച്ചില്ല എന്നതാണ് വിവരം. 2 ദിവസത്തിനകം തന്നെ ഇത് ശരിയാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയായിരുന്നു ഇവർ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ചില വീടുകളിൽ ഭർത്താവിന് വോട്ടില്ല, എന്നാൽ ഭാര്യയ്ക്ക് മാത്രം വോട്ടവകാശം. ചിലയിടങ്ങളിൽ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും വോട്ടവകാശം നഷ്ടപ്പെട്ടു. ചിലർക്ക് മാത്രം വോട്ടവകാശം നിലനിൽക്കുന്ന അസാധാരണ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവരുടെ വേദന, അതുപോലെ തന്നെ വലിയ രീതിയിൽ അവരുടെ രോക്ഷവും സങ്കടമായും അവിടെ വലിയ രീതിയിൽ അവിടെ ഉണ്ടായിരിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്. എന്ത് ചെയ്യാനാകുമെന്ന ഒരു നിസ്സഹായ അവസ്ഥ ഇപ്പോൾ അവിടെ കാണപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഓഫീസിലേക്ക് കയറി വന്ന 5 സ്ത്രീകൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അവരുടെ സങ്കടം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേതാവിന് എന്ത് ചെയ്യണമെന്നറിയാതെ വലിയൊരു നിസ്സഹായ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ആകട്ടെ അല്പനേരം ഇത് കേട്ട് നിന്ന ശേഷം അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. 2 ദിവസത്തിനകം ഇത് ശരിയാക്കാമെന്നും പശ്ചിമ ബംഗാൾ 1ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കാൻ ഇത് സംഭവിക്കുമ്പോൾ 4 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. തൃപ്തികരമായ ഉത്തരം കിട്ടാതെ ആ 5 സ്ത്രീകളും അവിടെ ഭയം വിങ്ങിയ മനസ്സോടുകൂടി തന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു ഗതികേടുണ്ടായി. വോട്ടെടുപ്പിൽ അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ തങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലേക്ക് ആകുമോ എന്നൊരു ആശങ്ക കൂടി അല്ലെങ്കിൽ ഒരു ആദി കൂടി ഇവിടെ ഇവർ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല വഴിയിൽ കണ്ട ചിലരോടെല്ലാം തന്നെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ പല രീതിയിലും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വോട്ടുണ്ടല്ലോ അല്ലേ? വലിയ രീതിയിൽ ആ സ്ത്രീകൾ ചിരിച്ചുകൊണ്ട് എല്ലാം തന്നെ വലിയ രീതിയിലൊരു പ്രതിസന്ധി അവർ നേരിടുന്നതായി തന്നെ മറ്റ് പൊതുജനങ്ങളെ കൂടെ അറിയിക്കാൻ അവർ അവിടെ ഒരു ശ്രമം നടത്തിയതായി തന്നെയാണ് വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ ചിലരാകട്ടെ ഇതിന് മറുപടിയായി തന്നെ എനിക്കുണ്ട്, എൻ്റെ വീട്ടിൽ ഭർത്താവിനില്ല എന്ന ഒരു മറുപടിയാണ് നൽകിയത്. എന്നാൽ ചില വീട്ടുകളിലാകട്ടെ തനിക്കും സഹോദരനും വോട്ടുണ്ട് എന്നും എന്നാൽ ഭാര്യയ്ക്ക് വോട്ടില്ല എന്നും ഇവിടെ ഇവർ പറയുന്നുണ്ട്. ഭാര്യ മാതാവിനും വോട്ടില്ല എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. അതേസമയം മുർഷിദാബാദിലേക്ക് ചെന്നപ്പോൾ അവിടെ വലിയ രീതിയിൽ അറിയാൻ സാധിച്ചത് അവിടെ ബംഗാൾ നവാബിന്റെ പിന്മുറക്കാർക്ക് പോലും ഇത്തവണ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. നവാബിന്റെ പിന്മുറക്കാർ അവരെ തകർക്കാനുള്ള ഒരു അപ്പീലുമായി തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരമുള്ള ട്രൈബ്യൂണൽ മുൻപാകെ അവിടേക്ക് പോയില്ല എന്നും റിപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ മുർഷിദാബാദിലെ ഭവൻഗോള ജില്ലയിലെ അസൽപാറ കോളനിയിൽ വലിയ രീതിയിൽ CPM പ്രവർത്തകയായ സ്ത്രീയെ കണ്ടുകൊണ്ട് സംസാരിക്കുകയും അവിടെ തുടക്കത്തിൽ തന്നെ എന്തോ ഒരു പന്തികേട് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം തന്നെ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയായി തന്നെ ചെന്ന ഈ സ്ത്രീകളാകട്ടെ അവരുടെ വീട് വലിയ രീതിയിൽ അവരുടെ വീട്ടിലേക്ക് പോലും വലിയ പ്രതിഷേധങ്ങൾ ഇരമ്പിയെത്തിയതായും വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ മമതയ്ക്ക് വലിയൊരു പണിയാകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ BJPക്ക് തെല്ലൊരു ആശ്വാസം കൂടിയാണ് ഈ വാർത്തകളെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ പുറത്തു വരുന്ന വാർത്തയിൽ നിന്നും വ്യക്തമാണ് വലിയ രീതിയിൽ മമത അവിടെ വോട്ടിന് വേണ്ടി നുഴഞ്ഞു കയറ്റക്കാരെ പോലും അവിടെ തിരികെ കയറ്റി മറ്റുള്ളവരുടെ വോട്ടവകാശം ഇവിടെ കവർന്നെടുക്കുകയാണ് മമത സർക്കാർ ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ അധികം വൈകാതെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി തന്നെ മമതയെ അവിടുന്ന് ജനം അടിച്ചു പുറത്താക്കുമെന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇപ്പോൾ ഈ 5 സ്ത്രീകളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.